அண்ணே சீக்கிரம் ஒரு கப்பு தண்ணி கொடுங்க. முகம் கழுதுக்கான அந்த கருத்துல தண்ணி மூஞ்சி கழுகிறது இல்ல, ரெண்டுக்கு போறதுக்கு. അത് ശരി. അത് ഒരു കപ്പ് വെള്ളം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? അങ്ങ് വെളിയിലെ കുളമെടുക്ക്. കപ്പിന് ഒരു ഔൺസ് വെള്ളം കൊണ്ടുപോയി പൂജിക്കാതെ ശരിക്ക് കഴുക. ആ വഴിയിൽ നിന്ന് മാറിയിരിക്കണം കേട്ടോ, മനുഷ്യർക്ക് നടന്നുകൊണ്ട് വഴിയാ. അണ്ണാച്ചി ഇപ്പൊ ഇന്റെ വഴിയൊന്നും കാണുകയില്ലേ? போன வாரம் லோடு கொண்டு வந்த போது நாங்க இங்க ஒரு நைட்டு தங்கிட்டு தானே போனோம். என்னண்ணே காலைல சூட சாப்பிடறதுக்கு என்ன இருக்கு? എല്ലാം ഇருக்கு. മുഖ കഴുകി വന്നിരിക്കും, ഞാൻ എപ്പ പോയി കൊണ്ടുവരാം. കടലയായില്ലേ? നേരം വെളുത്ത ആളുകൾ വന്നു തുടങ്ങി. അവിടെ ഇരിക്കട്ടെ, എനിക്ക് 10 കയ്യൊന്നും ഇല്ലല്ലോ. അപ്പുറം കാച്ചിട്ടില്ലേ? മനുഷ്യനെ മിണ്ടാതിരുന്നോണം, മോന്തയ്ക്ക് ഞാൻ കാച്ചും. എന്റെ അമ്മയായിരുന്നു നീ എന്നോട് ദേഷ്യപ്പെടുന്ന. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ എനിക്ക് വേറ. കുടുംബത്തിൽ കണ്ട തേവിശികളെ കയറ്റി കിടത്തിട്ട് എന്നെ ഭരിക്കാൻ നിൽക്കാണ്ട് വേഗം അവരെ ഇറക്കി വിടാൻ നോക്ക്. കുഞ്ഞമ്മണി, ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഒന്ന് മയങ്ങാൻ ഒരു മുറി വേണമെന്ന് പറഞ്ഞു. പരിചയക്കാർക്ക് നമ്മൾ കൊടുക്കാറുള്ളതും അല്ലേ. വണ്ടിയിൽ പെണ്ണും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞോ? പ്രായം തികഞ്ഞ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ട്, അത് നിങ്ങൾക്കറിയോ? പണ്ട് പലതിനും കൂട്ടു നിന്നിട്ടുണ്ട്, ഇപ്പൊ അത് പറ്റില്ല. എന്റെ മോളെ ആണൊരുത്തന്റെ കൂടെ മാനമായിട്ട് പറഞ്ഞയക്കാനുള്ളതാ. ഓ, ഇനി നിന്ന് താളം ചവിട്ടാതെ വേഗം ഇറക്കി വിട്. அம்மான் சீக்கிரமா அங்க உட்காருங்க, இதா வரலாம். എന്താ ഒളിഞ്ഞു നോക്കണേ? എണീറ്റില്ലേ? വിളിക്കാം. വരട്ടെ, നിനക്ക് ചോദിക്കട്ടെ. പനജയുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരണമെന്ന് വിചാരിച്ചു. എന്തിനാ? ഒന്നുമില്ല, കാണി സംസാരിച്ചൊക്കെ ചെയ്യാമല്ലോ. ശ്രീധരേട്ടനെ വിളിക്കാം. ശ്രീധര, ശ്രീധര, ശ്രീധരോ, ശ്രീധര, ശ്രീധരോ. ഓ, എന്ത് ഉറക്കം. ശ്രീധര, എന്താ നേരം വെളുത്തു. അതിന് വണ്ടി കൊണ്ട് രാവിലെ തന്നെ പോണെന്ന് പറഞ്ഞിരുന്നാണ്. ശ്രീധരാ, ഒന്ന് വേഗം പറഞ്ഞു വിടറ. ഇവിടെ അയൽവക്കക്കാരെയും നാട്ടുകാരെയും ഒക്കെ പേടിക്കണം ഞങ്ങൾക്ക്. ഞാൻ അവളെ കൊണ്ട് ഇവിടെ കുളിച്ച് താമസിക്കാൻ വന്നൊന്നുമല്ല. നിങ്ങൾ കിടന്ന് വിളിച്ചു ആൾക്കാരെ അറിയിക്കാണ്ടിരുന്നാ മതി. രവിയും കുഞ്ഞാലിയൊക്കെ നിൽക്കും. ഇല്ല, എനിക്കിട്ടില്ല. അമ്മ ചെന്നവരെ വിളിച്ചോണത്തി വണ്ടിയുടെ വെള്ളവും ഓയിലൊക്കെ നോക്കാൻ പറ. കാശുണ്ടേ? തന്നാ വാങ്ങും, ഇല്ലെങ്കിലോ? തരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ അറിയാം. ആദ്യമായിട്ട് കാണുമെന്നല്ലോ ഞാൻ. വേണമെങ്കിൽ വണ്ടിയിൽ ഞാൻ കവലയുടെ അടുത്തോണ്ട് ഇറക്കാം. വേണ്ട, അത് കുറെ നടക്കണം. ഇതിലെ പാടത്തോട് നടന്നാൽ വേഗം എത്തും എന്റെ വീട്. പോണ വഴി നല്ലൊരു കുളമുണ്ട്, പുളിയും കഴിയും. എന്റെ മോനിപ്പോ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവും. വീട്ടിൽ വേറെ ആരുമില്ല എനിക്ക്. എന്താ പറയാൻ മടിയുണ്ടോ? കെട്ടിയനുണ്ട്, സുഖമില്ല. തലച്ചോറിലൊരു മുഴ വന്നതാ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഒന്നുകൂടെ വേണമെന്നാ പറയണേ. ദിവസവും 10-60 രൂപയുടെ മരുന്ന് വേണം. ഇന്നില്ല, ഒരു ദിവസം പറയാം. പോട്ടെ. എനിക്ക് ആവശ്യത്തിന് തന്നല്ലോ. വെച്ചോടി. എന്റെ ഈശ്വര, ഒന്ന് വേഗം വെള്ളെടുത്ത് പോകും. അമ്മ കണ്ട എന്നെ കൊല്ലും. ആ കന്നാസിന് ഞാൻ എടുത്തോടാം. ഓ,
സുമതിക്ക് ഒട്ടും സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ എത്ര നേരം ഉറങ്ങാണ്ട് കൊതുകുടിയും കൊണ്ട് തൊഴുത്തിനിറങ്ങുന്നു അറിയാം. രാത്രി ഇറങ്ങി വരാമെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ജനലിൽ ഒന്ന് മുട്ടിക്കൊണ്ട് ജീവൻ പോയി. ഒരു ഇലയാണെങ്കിൽ അമ്മ ഉണർന്നതാ. ഓ പിന്നെ നിന്റെ അമ്മയെ പോത്ത് പോലെ ഉറക്കാനുള്ള മന്ത്രമൊക്കെ എന്റെ ഉണ്ട്. എനിക്കറിയാം, വിളഞ്ഞു വിട്ട. ഒഴിച്ചാലും ഒഴിച്ചാലും അറിയാത്ത പൊന്നും കൂടെ കണ്ടിട്ട് നിങ്ങൾ എന്നാ കണ്ടോളി നമ്മൾ അമ്മാന്റെ മോളെ പൊന്നും കൂടം. ഇത് കണ്ട ഒരു പെശകനാണോ ഞാന്? ഓ എന്റെ ശ്രീധേട്ട, നിങ്ങൾക്കിപ്പോഴും കൊന്നേതാണ് കൊളയേതാന്ന് തിരിച്ചറിഞ്ഞൂടെ? അത് ലൈൻ തന്നെ. ഇന്നലെ രാത്രി കൊണ്ടൊന്ന് മുട്ടയോ വിളിക്കുകയൊക്കെ ചെയ്തോലോ. ഓള് തുറന്നു നിർത്തിയില്ല. ഓക്കറിയുടെ നമ്മള് ലോറിക്കാരുടെ സ്വഭാവം. എന്താടാ അമ്മാന്റെ മോളുമായിട്ടൊരു പഞ്ചാര? ഏയ് ഒരു തമാശ. തമാശയായാ മതി. ഓ ശ്രീധരേട്ടൻ കൈക്കിട്ട് ആരെയും തൊടിക്കാൻ സ്വന്തമാക്കില്ലേ? ഞങ്ങൾക്ക് പിന്നെന്താ ഒരു നേരം പോക്ക്? അല്ല കുഞ്ഞാലി, തടി കയറാൻ ഒരു നേരം പോക്കും നമ്മളില്ല റബ്ബേ. അല്ല കട്ടെടുക്കട്ടെ. എടുക്ക. കാണാം. ശരി ശരി. എന്താ ചരക്ക്? ആപ്പിളാ കൊച്ചിക്ക്. കൊച്ചുവർക്കിടെ ലോറി ബുക്കിംഗ് ഓഫീസിൽ നിന്ന് നിന്നെ കണ്ട ഒരു വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഗോവിന്ദനാശാന് സൂര്യന്റെ ആശുപത്രിയില്ല. എന്താ അസുഖം? ഒരു നെഞ്ചുവേദന വന്നു പറഞ്ഞു. മേനു ഡോക്ടർ ആശുപത്രിയില്ല. അന്ന് ഞാൻ പോട്ടെ. ആ ശരി, ഞാനിവിടെ ഇറങ്ങാം. വണ്ടി കൊണ്ട് നീ പോകും. അല്ല, നമുക്ക് വണ്ടി കൊണ്ട് ആശുപത്രിയിലേക്ക് പോയാലോ? അത് വേണ്ട, ചരക്കൊന്ന് 10 മണിക്കും എത്തിക്കണം. ഞാനിവിടുന്ന് ഒരു ടാക്സി വിളിച്ച് പോയിക്കോളാം. ചേട്ടാക്കോലും പെട്ടിയുടെ ഉള്ളിൽ ബാഗില് കാശിരിപ്പുണ്ട്. ചരക്ക് ഇറക്കിയിട്ട് മുതലാളിയെ കണ്ട് കണക്കും കാശ് ഏൽപ്പിക്കണം. എന്നിട്ട് വന്നാൽ മതി. കുഞ്ഞാലേ, നീ ഉറങ്ങണ്ടേ? ഇല്ല ഇല്ല. ഞാൻ സൂക്ഷിച്ചു പോണേ. ആ ഫോട്ടോ. ആ ഉപ്പുമില്ല മുളകുമില്ല. എടി രാധേ, ഇതെങ്ങനെ കഴിക്കോടി? നിനക്കൊരു ഉണക്കമ്മീൻ ചുട്ടെങ്കിലും കൊണ്ടുവരുന്നില്ലേ? ഉപ്പും മെഴുക്കൊന്നും തുടരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഓ തുടരുന്നേ പറഞ്ഞിട്ടുള്ളൂ. കഴിക്കാം. ഉപ്പും മുളകും കൊഴുപ്പും കഴിച്ചിട്ടാണോ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ ചാവണേ? ഡോക്ടർമാർ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ചുമ്മാ പറഞ്ഞു പേടിപ്പിച്ചിട്ട് ഡോക്ടർമാർക്ക് എന്ത് കിട്ടാനാ? എടി മണ്ടി, ഇവര് സകല ആളുകളോടും ഉപ്പ് കൂട്ടരുത്, മുളക് കൂട്ടരുത്, മീൻ ഇറച്ചി മുട്ട 7 അയൽവക്കത്ത് കണ്ടുപോരുത്, കള്ളു കുടിക്കരുത്, ബീഡി വലിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതൊക്കെ അടിക്കുക. ഇവർക്ക് ഇതൊന്നും ഒരു ക്ഷാമം ഉണ്ടാവരുത്. അതിനല്ലേ മറ്റുള്ളവരൊന്നും ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ആ വന്നൂലോ. എന്തെങ്കിലും പോന്നേ? ആശാന് സുഖമില്ലാണ്ട് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ അങ്ങനെ തന്നെയുണ്ട്. ആരോ എന്തോ പറഞ്ഞു. വണ്ടി ചരക്ക് ഒപ്പിട്ടിട്ട് പോന്നൂല്ലേ? അല്ല, ചരക്കും കൊണ്ട് രവി പോയി. ആ നല്ല ആളാ രവി. എടാ, നിന്നെ ഞാൻ ഇങ്ങനെയാ പഠിപ്പിച്ചിരിക്കണേ. ഈ വളയം പിടിക്കലേ ഡൂക്കിലി പണിയൊന്നുമല്ല. സത്യവും നീതിയും ഉത്തരവാദിത്തമുള്ള പണിയാ. എന്നിട്ട് അത് ഒന്നുമില്ലാത്ത ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് ഓടി പോന്നിരിക്കുക. ആശാന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പിന്നെ മനസമാധാനത്തോടെ എനിക്ക് വളയം പിടിക്കാൻ പറ്റുമോ ആശാനെ? അതെനിക്ക് സൂക്കം ഉണ്ടെങ്കിലല്ലേ. 2 ദിവസം മുമ്പ് എനിക്ക് ചെറിയ നെഞ്ചുവേദന ഉണ്ടായി. എന്റെ പൊട്ടത്തരത്തിൽ ഞാനതുകൊണ്ട് പറയുകയും ചെയ്തു. പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി. രാത്രി ഇവിടെ കൊണ്ടുവിടുകയും ചെയ്തു. അച്ഛൻ വെറുതെ പറയില്ല. രാത്രി ഊണ് കഴിക്കാൻ വിളിക്കാൻ ചെന്നപ്പോ നെഞ്ചുവേദന വന്നിട്ട് മിണ്ടാൻ പറ്റാതെ കൊടുക്ക. നെഞ്ചും പൊത്തി പിടിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് മിണ്ടുന്നുമില്ല. അങ്ങനെ ഉണ്ടായി തന്നെ അത് മാറിയല്ലോ. അത് ഇപ്പൊ നീ എന്തിനാ കരയണേ? ഇപ്പൊ എനിക്ക് യാതൊരു അസുഖമില്ല സീതര. ഇന്നലെ വേണി പൊക്കളാൻ പറഞ്ഞ ഡോക്ടർ ഇവർക്കാ നിർബന്ധം എന്നെ ഇവിടെ പിടിച്ച് കിടത്താൻ. സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഏയ് സംസാരിച്ചില്ല.
വേദന ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. വേണമെങ്കിൽ ഇന്ന് തന്നെ പോകാം. വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കണം. എടുക്കോ? ആ, കുറെ കാലമായിട്ട് റെസ്റ്റ് തന്നെയാ. ഡോക്ടർ പോളിത്തോപ്പിന്റെ വീട്ടിലെ ഡ്രൈവറാണെന്ന് പറഞ്ഞതോ? അതൊക്കെ ഒരു ജോലിയാണോ ഡോക്ടർ? റെസ്റ്റാ. ഈ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കണം, തിരിച്ചു കൊണ്ടുവരണം. പിന്നെ കൊച്ചമ്മയ്ക്ക് ഒന്ന് ചന്തയിൽ പോകണം. കഴിഞ്ഞു ജോലി. ബോംബെ നിന്നും കൽക്കട്ടയിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് ചരക്ക് വണ്ടി കൊണ്ട് വന്നിട്ടുള്ളവനാ ഞാൻ. അത് പണ്ടല്ലേ. ഇടയ്ക്ക് വരുന്ന നെഞ്ചുവേദന നിസ്സാരാക്കി തള്ളരുത്. വളരെ സൂക്ഷിക്കണം. അറ്റാക്ക് കഴിഞ്ഞാൽ ഓർമ്മ വേണം. ഗോവിന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി കാണണം. ഓ, കാണാം. ഈ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ യുവമാരൊക്കെ വെറുതെ പേടിപ്പിക്കുക. വെറുതെ നിന്നിട്ട് തന്നെ എല്ലാവരും മരിക്കണേ. ആ, ആശാൻ എന്താ ആലോചിക്കണേ? അല്ല, ഈ മനുഷ്യന്മാരുടെ കാര്യം ആലോചിച്ചാൽ നല്ല തമാശയാ. കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ചതിച്ചും കൊന്നും എന്തൊക്കെ ഉണ്ടാക്കണം. നെഞ്ചിന്റെ പടപ്പ് നിന്നാ കഴിഞ്ഞില്ലേ? മരണം വന്ന് വിളിച്ചാ ഇപ്പൊ വരാൻ പറ്റില്ല, ഒരു 5 കൊല്ലം കൂടി കഴിയട്ടെ എന്ന് പറയാൻ പറ്റുമോ? ആശാൻ ഇപ്പൊ എന്തിനായി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കണത്? ഇനി ഒരു നെഞ്ചുവേദന വന്നാ ഞാൻ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? നീ ഇവിടെ എഴുന്നേറ്റ് വാ, എന്റെ അടുത്ത് വന്നിരിക്കും. ശീതള, മരിക്കാൻ പേടിണ്ടായിട്ടല്ല. രാധയുടെ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞ് കാണണം. നമുക്കത് ആലോചിച്ച് ഒന്നേ നടത്താം. ഞാനിത് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് 3-4 കൊല്ലായി. നിനക്ക് സമ്മതമാണെന്ന് അറിഞ്ഞാ മതി. എനിക്ക് ഇന്നല്ലാണ്ട് ആർക്കാ? നീ അത് ഇംഗ്ലീഷ് ചോദിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. ഒരു കുടുംബമായിട്ട് കഴിയുന്നുള്ള വിചാരം എപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ. ചോറ് വിളമ്പട്ടെ അച്ഛാ? വായിൽ വെച്ച് കൂട്ടാൻ പറ്റുമല്ലോ. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അച്ഛന്? എനിക്കല്ലേ ശ്രീധരന്, അവന് ഉപ്പും മുളകൊന്നും ഒരു കുഴപ്പമില്ല. സാമ്പാറും മോരുണ്ട്. ശ്രീധരേട്ടൻ കൈ കഴുകുക. ആശാൻ കഴിക്കും. എനിക്കിപ്പോ വേണ്ട. എനിക്കൊന്ന് കുളിക്കണം. ഈ കുപ്പായൊക്കെ ഒന്ന് മാറ്റണം. എന്നാ വേഗം കുളിച്ചിട്ട് വാ. അല്ല, ഞാൻ വൈകുന്നേരം വരാം. എന്താ ഉറക്കത്തിലൊരു ചിരിയും കളിയല്ലോ? ശരിയും കളിക്കും. ആ, ആരിച്ചു? അത് ശരി. അല്ല, കുറെ നേരമായി ഞാനിത് കേൾക്കണേ. എനിക്ക് തോന്നിയതാ ലൈറ്റ് കരുതിട്ട് ഒന്ന് ഉറങ്ങും. ആ, അത് കേട്ടാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയും. എന്തുവാ? നിങ്ങളെ മനസ്സ് എവിടോ ഒന്ന് ഉടക്കി കിടക്കുന്നുണ്ടല്ലോ. ആര് പറഞ്ഞു? ഒരാഴ്ചയായി ഞാനിത് കാണുന്നു. നിങ്ങൾ ആകെ ഒന്ന് മയമ്പ നിൽക്കണ്. മോന്തൊക്കെ ഒരു തെളിച്ചം. കഴിഞ്ഞ ട്രിപ്പും കൊണ്ട് പോയപ്പോ നിങ്ങൾ സ്ഥിരം കുറ്റിക്കാരൊന്നും കണ്ടുമില്ല. പോരാത്തതിന് വണ്ടി കയറിയ പുതിയ കേസ് കെട്ടുകളെ തിരിഞ്ഞും കൂടി നോക്കിയില്ല. അല്ല, ഒരു രാത്രി കൊണ്ട് മനുഷ്യന്മാർക്ക് ഇത്ര നല്ല സ്വഭാവം വരുമോ? പറയും, തുറന്നു പറയും. മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് ഉറത്തി കളിക്കരുത്. കണ്ടടത്ത് കിടന്ന് ഉറങ്ങി കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും എന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? ഇത് പലതവണ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് തോറ്റതല്ലേ. നിങ്ങൾക്കൊരു പിടിപ്പ് വേണം. നിങ്ങൾ ആ രവിയെ കണ്ടു പഠിക്കും. 10 വയസ്സ് അനാവശ്യമായിട്ട് കളിയില്ല. മറ്റുള്ളവരുടെ പോക്കറ്റ് ഓർത്താൻ ബഹു പിടിക്കണ. 10-12 കൊല്ലായില്ലേ നിങ്ങൾ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്? എന്തുണ്ടാക്കി ഇതുവരെ? ഒക്കെ കരക്കാരി നിന്നു. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. വേറെ ആർക്ക് കൊടുക്കാനാ? 10-18 വയസ്സുള്ളപ്പോ ആശാന്റെ അടുത്ത് ഒന്ന് പെട്ടതാ. വളയം പിടിപ്പിച്ചതും എന്നെ ഡ്രൈവറാക്കിയതും ഒക്കെ ആശാന. ആ മനുഷ്യനോട് എനിക്കൊരു കടമയുണ്ട്. പിന്നെ രാധയെപ്പോലൊരു പെൺകുട്ടി എനിക്ക് കിട്ടാന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമല്ല. അങ്ങനെ വരട്ടെ. അപ്പൊ അവിടെയാണ് മനസ്സുറക്കി കിടക്കുന്നതല്ലേ? അല്ല, അതിന് ഈ ആശാൻ സമ്മതിക്കോ? ആശാനാണ് എന്നോട് കാര്യം സൂചിപ്പിച്ചത്. പക്ഷേ മറുപടി ഒന്നും പറയാൻ പറ്റില്ല. എന്റെ വായിൽ വേണ്ടി പെരുകി കിട്ടോ? ഏട്ടാന്ന് വിളിക്കുന്നെങ്കിലും എന്റെ അഞ്ചന്റെ പ്രായം ശ്രീരേട്ടന് ഉടനെ സ്ട്രൈക്ക് വരുന്നത്. ആ സമയമുണ്ടല്ലോ. ഇനി എപ്പോ? ഞാൻ നീട്ടണ്ട, നാളെ തന്നെ പോയി പറഞ്ഞാലേ. ശ്രീരേട്ടന്റെ ഏട്ടന്റെ സ്ഥാനത്ത് വഴി ഞാൻ വരാം. പോരെ? നീതരേട്ടന്റെ ഏട്ടനോ? ആ, ആര് നീയോ? ആ, എന്തേ? ഞാനിപ്പോ ശ്രീധരേട്ടന്റെ ഏട്ടന്റെ സ്ഥാനത്തൊന്ന് സംസാരിച്ചാൽ ആശാനെ തെറി വരും. അത് ചിലപ്പോ ഉണ്ടായിരുന്നു വരും. എന്നാലും വേണ്ടില്ല, എനിക്കൊരു പുത്തരിയൊന്നല്ല. ഇന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പഠിച്ച പണി 18 പയറ്റുകളാണ് ഈ ആശാന്.
ചെറിയ കേട്ട് കേട്ട് എന്റെ ചെവി പൊളിഞ്ഞ് എന്നിട്ട് കുഞ്ഞാലി തോറ്റിട്ടില്ല. തോറ്റ് വിട്ടു പഠിക്കാൻ ഒക്കെ ആശാൻ തന്നെ. അല്ല ഇതിപ്പോ എന്റെ വാതിലടച്ചിരിക്കുന്ന ഇവിടെ ആരും ഇല്ലേ? അകത്തൊന്ന് കുറ്റിയിട്ടിരിക്കുക. അശാനെ, അശാനെ, രാധേ, അപ്പുറത്തുണ്ടാവും. മോനെ ശ്രീകരേട്ടാ, എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കാൻ നാറുന്നത് ഞാൻ മാത്രമല്ല, എല്ലാവരും മാറും. കള്ള ശൈത്താൻ ചതിച്ചല്ലേ ശ്രീകേട്ടാ. എന്താ രാധേ? എന്നെ രക്ഷിക്കണം. ആരോടും പറയരുത്. ശ്രീധരേട്ടൻ നിന്റെ സ്വന്തം ഏട്ടനെ പോലെയല്ലേ. എന്നെ രക്ഷിക്കണം. നിങ്ങൾ ഇഷ്ടത്തിലാണ്. വീട്ടിൽ എന്നെ കല്യാണം കഴിക്കും. അതുവരെ ദയവ് ചെയ്ത് അച്ഛനോട് പറയരുത്. അച്ഛൻ എന്നെ കൊല്ലും. പറയില്ല. ആശാൻ എവിടെയാ പോയത്? ഡോക്ടറെ കാണാൻ. ആശാൻ വരുമ്പോ ശ്രീധരേട്ടൻ വന്നിരുന്നു എന്ന് പറയണം. ഇതെന്താ പച്ചവെള്ള ഇങ്ങനെ വാരി വലിച്ച് കയറ്റാൻ? ഒഴിക്കണം. എന്റെ ക്ലാസ്സിൽ പോയി. എനിക്ക് മതി. ഇതിങ്ങനെ വലിച്ചേറ്റി കുടിച്ചിട്ട് കരളൊഴിക്കാലേ ഒരു കെട്ടിയോളും 2 കുട്ടികളും ഉള്ളതാ. ഒഴിക്കണം. ചേടാ, അതിപ്പോ മനുഷ്യനെ തല്ലി കുടിപ്പിക്കാലോ. ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമല്ലേ? എല്ലാം നിശ്ചയിച്ചിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞില്ലേ നീയെ? ആഘോഷിക്ക. അത് പോട്ടേന്ന്, നിങ്ങളത് മറന്നാലേ. മറക്കാം. എന്തെല്ലാം മറന്നേക്കുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പെറ്റമ്മ ഒരുത്തുകൊണ്ട് ഒളിച്ചോടിപ്പോയി. പിന്നെ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി. അടുത്തവും പോയി. 2 കൊല്ലം കഴിഞ്ഞപ്പോ അച്ഛൻ ഒരു പുതുപ്പെണ്ണിനെയും കൊണ്ടുവന്നു. എനിക്കൊരു ഇളയമ്മ. അതോടെ വീടും പോയി. അങ്ങനെ എന്തല്ല ഒക്കെ മറന്നില്ലേ? മറന്നു. ഇപ്പോ ഏതാണ്ടൊക്കെ ആശിച്ചു. അത് മറക്കണം. പക്ഷേ എന്റെ ആശാൻ എന്റെ ദൈവ. ആ മനുഷ്യനോട് ഞാൻ എന്ത് പറയും? പന്നിന്റെ മോന് ഇത് കളിയാണോ കാര്യമാണോ എന്ന് ആർക്കറിയാം? ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി കഴുകാനും തുറയ്ക്കാനും നടന്നവനാ. കൈയിരിപ്പ് കൊണ്ട് ഒരാളും വണ്ടി പണി കൊടുത്തില്ല. കഷ്ടപ്പാടും ദുരിതവും കണ്ട് ഞാനാ ഒരാളെ കൊണ്ട് പണി കൊടുത്തു. ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ ഉണ്ടായിരുന്നേ ഉള്ളൂ. ശരിക്കും വളയം പിടിക്കാൻ പഠിപ്പിച്ചത് ഞാനാ. എന്നിട്ടും എന്റെ നെഞ്ചിന് തന്നൂലോ പട്ടി.